നിസ്കരിച്ചതിന് ശേഷം നിസ്കാരപ്പായ കൊണ്ടുവയ്ക്കാൻ സ്വന്തം മുറിയിലേക്ക് ചെന്ന ഭർത്താവ് ആ മുറിയിൽ കണ്ട കാഴ്ചയിൽ നടുങ്ങിപ്പോവുകയാണ്. എന്താണ് അദ്ദേഹം അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കർണാടകയിലെ ശിവമോഗയിലാണ് ഇംതിയാസും കുടുംബവും താമസിച്ചിരുന്നത്. 5 വർഷം മുൻപാണ് ഇംതിയാസ് ഒരു ഹിന്ദു പെൺകുട്ടിയായ ലക്ഷ്മിയെ കല്യാണം കഴിച്ചത്. അന്യമതത്തിലെ ഒരാളെ കല്യാണം കഴിച്ചതിൽ ലക്ഷ്മിയുടെ വീട്ടുകാർ അവളെ കൈയൊഴിഞ്ഞു. ഇംതിയാസിൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഇംതിയാസ് ലക്ഷ്മിയെ ഭാര്യയാക്കി വീട്ടിൽ കൊണ്ടുവന്നതോടെ പതിയെ ആ മാതാപിതാക്കളുടെ ദേഷ്യമെല്ലാം മറന്ന് അവളെ സ്വന്തം മരുമകളായിട്ട് അവർ സ്വീകരിക്കുകയാണ്. ഇംതിയാസിന് ഒരു സഹോദരനും കൂടി ഉണ്ടായിരുന്നു. അയാൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരിടത്ത് സെറ്റിൽഡ് ആണ്. 2 വർഷം അങ്ങനെ കടന്നുപോയി. ഇവർക്കിതിനിടയിൽ ഒരു ആൺകുട്ടിയും ജനിച്ചു. എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയായിട്ട് പോകവെയാണ് ലക്ഷ്മിയുടെ വീട്ടുകാർ ലക്ഷ്മിയെ മാത്രം വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. എന്നാൽ തൻ്റെ ഭർത്താവിനെ ക്ഷണിക്കാത്തതിനാൽ ലക്ഷ്മി പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പോകവേ ഇംതിയാസിൻ്റെ ചേട്ടൻ്റെ ക്ഷണപ്രകാരം അച്ഛനമ്മമാർ കുറച്ച് ദിവസം അവിടെ തങ്ങാനായിട്ട് പോവുകയാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക്. എന്നിരുന്നാലും ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവരെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ഇംതിയാസിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് ചേട്ടൻ വിളിക്കുകയാണ്. വീട്ടിലേക്ക് വന്ന് അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ അയാൾ പറയുന്നു. ഇത് കേട്ട് ഇംതിയാസ് ഉടനെ പുറപ്പെടാമെന്ന് പറയുകയാണ്. പക്ഷേ ഇംതിയാസ് ഒരു ദിവസം കഴിഞ്ഞിട്ടും അവിടെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ഇയാളെ ഫോൺ വിളിച്ചു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ വിളിച്ച് അവർ കാര്യം തിരക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് അവിടെ നിന്നും ഫോൺ വന്നതിന് പിന്നാലെ അദ്ദേഹം ഇവിടുന്ന് പുറപ്പെട്ടതാണ്, പിന്നെ വിളിച്ചിട്ടില്ല. അവിടെ എത്തിയ ശേഷം സമാധാനത്തിൽ വിളിക്കട്ടെ എന്ന് കരുതി ഞാൻ ശല്യപ്പെടുത്താനും പോയില്ല എന്നാണ്. 2 ദിവസം കഴിഞ്ഞിട്ടും ഇംതിയാസിൻ്റെ ഒരു വിവരവും ആർക്കും കിട്ടിയില്ല. ഇതോടെ ഇംതിയാസിൻ്റെ സഹോദരനും മാതാപിതാക്കളും ലക്ഷ്മിയുടെ അടുത്തെത്തി. ഭർത്താവിനെ പറ്റി ഒരു വിവരവും കിട്ടാതെ കരഞ്ഞു തളർന്നിരുന്ന ലക്ഷ്മിയെയും കുഞ്ഞിനെയും കണ്ട് എല്ലാവർക്കും വലിയ വിഷമമായി. ഇംതിയാസിൻ്റെ സഹോദരൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി സഹോദരനെ കാണാനില്ല എന്നും പറഞ്ഞ് മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. പരാതി സ്വീകരിച്ച പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഭദ്രാവതി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോളിന് പിന്നാലെ പോയ പോലീസ് കാണുന്നത് പായൽ പൊതിഞ്ഞ ഒരു ശരീരം അവിടെ കിടക്കുന്നതാണ്. ഇയാൾ ആരെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത് കാണാതെ പോയ ഇംതിയാസ് ആണ് എന്ന് പോലീസിന് അറിയാൻ സാധിച്ചത്. മാതാപിതാക്കളെ കാണാൻ പോയ ആ 30-കാരന് എന്ത് സംഭവിച്ചെന്ന് പോലീസ് തലപുകയാൻ തുടങ്ങി. എന്തായാലും വീട്ടുകാർക്ക് വിവരമൊക്കെ കൊടുത്ത ശേഷം പോലീസ് ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ്. അതേസമയം ഇംതിയാസിൻ്റെ മകൻ ചില കാര്യങ്ങൾ അയാളുടെ സഹോദരനോട് പറയുന്നു. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ട ശേഷം സൈഡിൽ പാവം പോലെ കരഞ്ഞുകൊണ്ടിരുന്ന ലക്ഷ്മിയെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മയും വേറൊരു മാമനും കൂടി അച്ഛനെ അടിച്ചു. ഇത് അയാൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് പോയി പറയുകയാണ്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളോട് പറഞ്ഞത് നിങ്ങൾ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ്. അതിനുശേഷം ലക്ഷ്മിയെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസിന് ലക്ഷ്മി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നി. ശക്തമായ ഭാഷയിൽ പോലീസ് ലക്ഷ്മിയെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തതോടെ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു സമ്മതിച്ചു. സംഭവം ഇങ്ങനെയാണ്: ഇംതിയാസ് ശിവമോഗയിലെ ഒരു ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അവിടുത്തെ തന്നെ ഒരു അധ്യാപികയാണ് ലക്ഷ്മി. ഇവർക്കിടയിൽ ആദ്യം ഒരു സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് അതൊരു പ്രേമത്തിലേക്ക് പോയി. തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 വീട്ടുകാർക്കിടയിലും എതിർപ്പ് ഉണ്ടായി. ഒരു മുസ്ലിം പയ്യനും ഒരു ഹിന്ദു യുവതിയും ഒരിക്കലും ഒത്തുപോകില്ല എന്ന് കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിൽ തന്നെ സംസാരമായി. ചിലർ ഇവരുടെ ബന്ധത്തിനെ എതിർത്തെങ്കിലും ചിലർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എവിടെയും 2 അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാകുമല്ലോ. എന്തായാലും കുടുംബക്കാരുടെ സപ്പോർട്ടോടെ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇവരെ കൂടെ ജോലി ചെയ്യുന്ന ചിലരുടെ സഹായം എത്തുകയാണ്. അങ്ങനെ ഇവർ രജിസ്റ്റർ മാരേജ് കഴിച്ചു. ഇംതിയാസിൻ്റെ മാതാപിതാക്കളും ക്രമേണ എല്ലാം മറന്ന് ലക്ഷ്മിയെ സ്നേഹിച്ചു. ലക്ഷ്മിയുടെ വീട്ടുകാരിൽ മാത്രം യാതൊരു അലിവും ഉണ്ടായില്ല. ക്രമേണ അവർ ലക്ഷ്മിക്ക് മാപ്പ് കൊടുത്ത് അവളെ തിരികെ വിളിച്ചെങ്കിലും
ഭർത്താവിനെ വിട്ട് പോകാനായിട്ട് ലക്ഷ്മിക്ക് മനസ്സ് വന്നില്ല. ഒരു മുസ്ലിമിനെ വീട്ടിൽ കയറ്റാൻ ലക്ഷ്മിയുടെ വീട്ടുകാരും തയ്യാറായില്ല. ലക്ഷ്മിയും അവരുടെ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. കുട്ടിയുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകവെയാണ് ഇവർക്ക് 2 പേർക്കും ട്രാൻസ്ഫർ വരുന്നത്. അതോടെ 2 സ്കൂളുകളിലായ ഇവർ പോയി വരാൻ സൗകര്യമുള്ള ഒരിടം നോക്കി വീട് വാടകയ്ക്കെടുത്തു. ആ സമയം ഇംതിയാസിൻ്റെ മാതാപിതാക്കളും മകൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും ഇവർ ഒരുമിച്ച് തന്നെ താമസിച്ചു. കുട്ടിയെ നോക്കാൻ ഇവർ വരുന്നതുവരെ ഒരായെയും വീട്ടിൽ ഏർപ്പാട് ചെയ്തിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പോകവേ ഒരു ദിവസം സ്കൂളിലേക്ക് പോയ ലക്ഷ്മി വഴിക്ക് വെച്ച് ഒരാളെ കണ്ട് പെട്ടെന്നങ്ങ് നിൽക്കുകയാണ്. അയാൾ അടുത്ത് വന്നിട്ട് എന്നെ ഓർമ്മയില്ലേ എന്ന് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ആളെ പിടികിട്ടാതെ നിന്ന ലക്ഷ്മിയോട് എന്താണ് ഇത്ര ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങളുടെ കൂടെ പഠിച്ച കൃഷ്ണമൂർത്തിയാണ് ഞാൻ എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴാണ് ലക്ഷ്മിക്ക് ഓർമ്മ വന്നത്, വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ കാലം മുതൽ തൻ്റെ ഒപ്പം പഠിച്ച കൃഷ്ണമൂർത്തിയെയാണ് ഇപ്പോൾ കാണുന്നത്. നീണ്ട നാളുകൾക്ക് ശേഷം കണ്ട സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയം കിട്ടാത്തതിനാൽ ലക്ഷ്മി കൃഷ്ണമൂർത്തിയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തരൂ, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ലക്ഷ്മി കൃഷ്ണമൂർത്തിയുമായിട്ട് വൈകുന്നേരം വീട്ടിലെത്തി സംസാരിച്ചു. ആ സംസാരം ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിലെ ഒരു വിശേഷം എന്തെന്നാൽ കൃഷ്ണമൂർത്തിയും ലക്ഷ്മിയുടെ വാടക വീടിനടുത്താണ് താമസിച്ചിരുന്നത്. കൂടെ പഠിച്ച ഒരു സുഹൃത്തുമായിട്ട് വളരെ നല്ലൊരു മനോഹരമായ ഒരു ബന്ധം, സൗഹൃദ ബന്ധം കൊണ്ടുപോകാമായിരുന്ന ലക്ഷ്മി കൊണ്ടുപോയത് വളരെ മോശപ്പെട്ട ഒരു ബന്ധമായിരുന്നു. ഭാര്യയുടെ ഫോണിൽ സദാസമയവും ഈ ഭാര്യ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് ഇംതിയാസും ശ്രദ്ധിച്ചു. ഒരു ദിവസം ഇംതിയാസിനോട് മകൻ ഒരു കാര്യം പറയുകയാണ്, അച്ഛനില്ലാത്ത സമയത്തൊക്കെ ഒരു മാമൻ ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന്. ഇതിനെ ചൊല്ലി ആരാണ് വരുന്നതെന്നൊക്കെ ഇംതിയാസ് ലക്ഷ്മിയുമായി ചോദിക്കുകയും വഴക്കാകുകയൊക്കെ ചെയ്യുന്നു. ഇംതിയാസിൻ്റെ ദേഷ്യം കണ്ട് ഭയന്ന ലക്ഷ്മി ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി മിണ്ടുക പോലും ഇല്ല എന്ന് പറഞ്ഞ് അയാളെ സമാധാനപ്പെടുത്തി. അവൾ ആ പ്രശ്നം അവിടെ തന്നെ സോൾവും ചെയ്തു. എന്നാൽ കൃഷ്ണമൂർത്തിയുടെ വരവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇത് ചുറ്റുമുള്ള ആൾക്കാരും ശ്രദ്ധിച്ചിരുന്നു. വീണ്ടും ചില ആൾക്കാരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മണത്തറിഞ്ഞ ഇംതിയാസ് സ്ഥിരം വീട്ടിൽ ഭാര്യയുമായി ഇതേ ചൊല്ലി വഴക്കിടാൻ തുടങ്ങി. അയാളുടെ സ്വസ്ഥത മുഴുവൻ പോയെന്ന് തന്നെ പറയാം. എല്ലാം കൂടി ആയപ്പോൾ ഇംതിയാസിൻ്റെ കഥ കഴിച്ചാലേ തനിക്ക് സ്വസ്ഥത കിട്ടൂ എന്ന് ലക്ഷ്മി തീരുമാനിക്കുകയാണ്. ആ തീരുമാനം കാമുകനായ കൃഷ്ണമൂർത്തിയോടും പറയുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് വന്ന ഇംതിയാസ് വൈകുന്നേരം സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം നിസ്കാര പായയും കൊണ്ടിട്ട് റൂമിലേക്ക് വന്ന അയാൾ ആ മുറിയിൽ ആരോ പതുങ്ങിയിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് അയാൾക്ക് തോന്നി. മുറിയിൽ നിന്നും ഇംതിയാസ് പതുങ്ങിയിരുന്ന കൃഷ്ണമൂർത്തിയെ കൈയോടെ പിടിച്ചു. ഇംതിയാസ് കൃഷ്ണമൂർത്തിയെ അടിക്കുകയൊക്കെ ചെയ്തെങ്കിലും അയാൾ ഇംതിയാസിൻ്റെ കയ്യിൽ നിന്നും കുതിരയോടി രക്ഷപ്പെട്ടു. ആ ദിവസം ഇംതിയാസ് ലക്ഷ്മിയെ അടിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. പിറ്റേ ദിവസമാണ് വീട്ടിൽ നിന്നും ഫോൺ വന്ന് ഇംതിയാസ് വൈകുന്നേരം പുറപ്പെടാൻ തയ്യാറായത്. ആ ദിവസം തന്നെ ഇതാണ് പറ്റിയ അവസരം എന്ന് കരുതിയ ലക്ഷ്മി കൃഷ്ണമൂർത്തിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇംതിയാസിനെ വകവരുത്താൻ. കൃഷ്ണമൂർത്തി അയാളുടെ കൂട്ടുകാരനായ ശിവരാജിനെയും കൊണ്ടാണ് അവിടേക്ക് വന്നത്. കൃഷ്ണമൂർത്തിയെ കണ്ടതും ഇംതിയാസും കൃഷ്ണമൂർത്തിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കൃഷ്ണമൂർത്തിയും ശിവരാജും ചേർന്ന് ഇംതിയാസിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇതിനൊപ്പം കൂടിയത് ലക്ഷ്മിയുമാണ്. കൃഷ്ണമൂർത്തി കയ്യിൽ കൊണ്ടുവന്ന ഇരുമ്പ് റോഡ് കൊണ്ട് ഇംതിയാസിൻ്റെ തലക്കടിച്ച് അയാളെ കൊലപ്പെടുത്തിയ ശേഷം ഒരു പായയിൽ പൊതിഞ്ഞുകെട്ടി ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി കളയുകയാണ്. ഈ വീട്ടിൽ നടന്ന സംഭവം എല്ലാം കണ്ടുകൊണ്ട് ആ ചെറിയ കുട്ടി അവിടെ ഉള്ളത് എല്ലാവരും മറന്നുപോയി. ഈ കേസ് ഒരു 9 വർഷത്തോളം ഇഴഞ്ഞതിന് ശേഷം ലക്ഷ്മിക്കും കൃഷ്ണമൂർത്തിക്കും ജീവപര്യന്തവും ശിവരാജിന് 7 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.